ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. കുറേ കാലമായി ഞാൻ പുട്ടും ചെറുപയറും പപ്പടമൊക്കെ കൂട്ടി കഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ ചെറുപയർ കറി എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. ഞാൻ തലേദിവസം വെള്ളത്തിൽ കുതിർത്തിയെടുത്ത ചെറുപയറിലോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ തന്നെ വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് കേട്ടോ. അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ പുട്ടുപൊടിയാട്ടോ എടുത്തേക്കണത്. അതിലോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ അങ്ങ് വെച്ചു. ഇത് കുതിർന്ന് അങ്ങ് വരട്ടെ. പണ്ടത്തെ പോലെ നമ്മൾ നിന്നിങ്ങനെ നനച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് സ്പൂൺ ഒഴിച്ചിട്ട് ഞാനിതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി പുട്ടുപൊടി റെഡി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ചെറുപയർ അപ്പുറത്ത് വെന്തിട്ടുണ്ട്. ഇതിനോട്ടുള്ള താളിപ്പ് ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 2-3 നമ്മുടെ വെളുത്തുള്ളി, ഒരു 3-4 ചെറിയ ഉള്ളി കേട്ടോ. അത് മുറിക്കൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുത്ത ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അപ്പുറത്ത് വെച്ച് നമ്മുടെ ചെറുപയറായിട്ടുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്ത ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ ചെറുപയർ ഇതിലോട്ട് അങ്ങ് കൊട്ടിക്കൊടുക്കാം. ഭയങ്കര ഈസിയാണ്, ടേസ്റ്റ് അപാരമാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള കറി ഉണ്ടാവില്ലേ, ഓവർ മസാലയൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെറുപയറും ഇതിലോട്ട് അങ്ങ് കൊട്ടിക്കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം നമുക്ക്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റെങ്കിലും നമുക്കിത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ചെറുപയറും മസാലയൊക്കെ അങ്ങ് നന്നായിട്ട് യോജിച്ച് വരുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ഇറക്കിയെടുത്തോളൂ കേട്ടോ. ഇച്ചിരി കൂടി കുറുകും. അപ്പോൾ എന്തായാലും നമ്മുടെ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേക്ക് ഇട്ട് അടച്ചു വയ്ക്കുന്നുണ്ട്. പുട്ടുപൊടി ഇതാ ഒന്നുകൂടി നനച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇച്ചിരി വെള്ളം തെളിച്ചാണ് ഞാൻ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഇത്രയും സോഫ്റ്റ് ആക്കിയിട്ട് നമുക്കിതിനെ നല്ല പുട്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ചിരട്ടപ്പുട്ടാണ് പൊതുവേ ഉണ്ടാക്കാറ്. എൻ്റെ കയ്യിൽ ഇതാണ്. വലുതുണ്ട്, പക്ഷേ എനിക്ക് ഈസി ഇതാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം തേങ്ങ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുട്ടുപൊടി നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ ഈ ഒരു ഇതിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ആവി വരുമ്പോൾ നമുക്കെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ പുട്ടിലോട്ട് ബീഫൊക്കെയാണ് വേണ്ടത്. പക്ഷേ എനിക്ക് ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് പുട്ട്, ചെറുപയർ, പപ്പടം, പഴം ഇതെല്ലാം കൂട്ടി കഴിക്കാൻ. അപ്പുറത്ത് ഞാൻ പപ്പടം കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇച്ചിരി കട്ടനോ പാൽ ചായയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി രസം, അല്ലെങ്കിൽ കോഫി ആയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഇവിടെ കോഫി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുട്ട്, 2 പപ്പടം വെച്ച് കൊടുത്തു, ചെറുപയറിൻ്റെ കറി, പഴം എല്ലാം കൂടെ കൂട്ടി അങ്ങ് കഴിക്കാനുണ്ടല്ലോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഇഷ്ടമുള്ളവർ ഇവിടെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചെറുപയർ കറി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.